ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ റീഡിംഗ് ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? പേജ് ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, നയൻ ഓഫ് കപ്സ്, ദ ഹാങ്ഡ് മാൻ. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? ഡെത്ത് ആൻഡ് റീബർത്ത്, Two of Swords, Seven of Cups, Four of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നല്ലൊരു ലൈഫ്, സന്തോഷകരമായൊരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നത്തിങ്നെസ്, റീബർത്ത്, സെലിബ്രേഷൻ, ക്രിയേറ്റിവിറ്റി, അഡ്വഞ്ചറാണ് വന്നിരിക്കുന്നത്. എന്ത് അപകടകരമായ സമയങ്ങളെയും നിങ്ങൾക്കിപ്പോൾ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇത് എംപ്രസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് പേർക്ക് നല്ല കഴിവുകളുള്ള വ്യക്തികളാണ്. വിവാഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, പുതിയ ജോലി നിങ്ങളിലേക്ക് വരുന്ന എനർജി, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങളോട് സ്നേഹം കൂടുതൽ വരുന്ന ഒരു എനർജി, നിങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ ജനനം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. നല്ല ക്രിയേറ്റീവ് പവറുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് ഇവിടെ പ്രത്യേകം കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളിപ്പോൾ ശ്വാസം മുട്ടി കഴിഞ്ഞിരിക്കുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ വിമിഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ശ്വാസം മുട്ടി കഴിഞ്ഞിരിക്കുന്നു, അത് നടക്കില്ല, ഇത് നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില സമയമുണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ. അതിനെയൊക്കെ നിങ്ങൾക്ക് അതിൻ്റേതായ ആ വിഷമങ്ങളുടേതായ സാഹചര്യങ്ങളുടേതായ ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നു. നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റ് ആവാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
പലർക്കും പുതിയ ജനനമാണ് വരാൻ പോകുന്നത്. പുതിയ ജന്മത്തിലേക്ക് വരുന്നു. അത് നല്ല ഒരു ജന്മത്തിലേക്ക്. ഒരുപാട് കാര്യങ്ങൾ ഇരുട്ടടഞ്ഞ റൂമിൽ കഴിഞ്ഞിരുന്നവർക്ക് പ്രകാശം നിറഞ്ഞ ഒരു റൂമിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ പുതിയൊരു വെളിച്ചത്തിലേക്ക് വരാനുള്ള സാധ്യത, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. പലർക്കും, ഒരാളിന് മാത്രമല്ല ഈ സാഹചര്യം വരുന്നത്, പല ആൾക്കാർക്കും വരുന്ന സാഹചര്യമാണ്. മുഴുവൻ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരേ സാഹചര്യമല്ലല്ലോ, മനസ്സിലായില്ലേ? പലർക്കും പല സാഹചര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? പലരും വിവാഹം നോക്കിയിരിക്കുന്നവരുണ്ടാകാം, പലരും പുതിയ ജോലി നോക്കിയിരിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ആണ് ഇവിടെ പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ പലരും സ്വപ്നം കാണുന്ന എനർജിയാണ് വിവാഹത്തിലേക്ക്, അല്ലെങ്കിൽ പുതിയ ലവർ, അവരുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്, വളരെയധികം സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നൊക്കെ ചിന്തിച്ച് സ്വപ്നം കാണുന്ന ഒരു എനർജി. ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തിയാണോ എൻ്റെ പാർട്ട്ണറായിട്ട് വരുന്നത്? പുതിയ വിവാഹ ആലോചന നടക്കുമ്പോൾ തന്നെയുള്ള ചില സ്വപ്നങ്ങളാണ്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പാർട്ട്ണറാണോ എൻ്റെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? അങ്ങനെ ആവണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് സ്വപ്നം കാണുന്ന ഒരു എനർജിയാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. കപ്പ് എന്ന് പറയുമ്പോൾ കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അടുത്തതായി വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ പലർക്കും ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു എനർജി, പുതിയതായിട്ട് ജോലി ലഭിക്കുന്ന എനർജി, അതുവഴി വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു എനർജി. ചിലരൊക്കെ ഗോൾഡ് വാങ്ങിക്കാൻ പോകുന്നു, വിവാഹത്തിലേക്ക് കടക്കുന്നു, പുതിയതായി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ജോലി കിട്ടിയിട്ട് അതുവഴി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന എനർജിയുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ്. വർക്കഹോളിക്കായിട്ടുള്ള ആൾക്കാർ രാപകൽ അധ്വാനിച്ച് മണി ഏൺ ചെയ്യാൻ പോകുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അതുപോലെയുള്ള ഒരു ജോലി ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള എനർജിയുമായി നിങ്ങൾ കണക്റ്റ് ആവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലർക്കും നിന്നിടത്ത് നിന്നും എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ, കുഴങ്ങി നിൽക്കുകയാണ്, മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 4 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. വാൻസ് ഫയർ സൈനാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. പലർക്കും ഇവിടെ പുതിയ ജന്മമാണ് വരാൻ പോകുന്നത്. പുതിയ ജന്മം എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷകരമായ ജന്മം. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ നല്ല ഒരു ലൈഫിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ കൂടി പ്രതീക്ഷിച്ച് കാണില്ല എനിക്ക് ഇതുപോലെ ഒരു ലൈഫ് വരും എന്ന്. പക്ഷേ അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവാൻ തുടങ്ങുന്നു. കാരണം നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളതുപോലെ ദുരിതങ്ങൾ മറ്റാരും അനുഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ വിധി എഴുതി വച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്, എങ്കിൽ കൂടെയും നിങ്ങൾ അത്രമാത്രം ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ കരഞ്ഞ് നിലവിളിച്ചിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാവാം. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരികയാണ് മുന്നോട്ട്. ഇവിടെ 4 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. നല്ല പ്രകാശം നിറഞ്ഞ ഒരു ലൈഫ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് ഇവിടെ. അതുപോലെ നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഒരുപാട് വിഷമകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ അവസ്ഥകൾ നിങ്ങൾ നേരിട്ട് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കൊരു ബോധോദയം ഉണ്ടാവുന്നത്. ഇവിടെ കണ്ടില്ലേ, നത്തിങ്നെസ്, ഒന്നുമില്ല, മനസ്സിലൊന്നും എന്താണെന്നറിഞ്ഞുകൂടാ, സന്തോഷം ഇല്ല, ദുഃഖമില്ല, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ജന്മം തന്നെ ഇവിടെ വരികയാണ് ചെയ്യുന്നത്. വിവാഹം നടക്കാനുള്ള, ജോലി ലഭിക്കാനുള്ളത്, കുട്ടികൾ ജനിക്കാനുള്ളത്, കുട്ടികൾക്ക് വേണ്ടി സെലിബ്രേഷൻ നടത്താനുള്ള ഒരു എനർജി, സെലിബ്രേഷനിൽ പങ്കെടുക്കാനുള്ള ഒരു എനർജി. മനസ്സിലായില്ലേ? കുട്ടികളുടെ പേരിടൽ ചടങ്ങാവാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോയിട്ട് നിങ്ങൾ അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. ആരുടെയെങ്കിലും വിവാഹത്തിന് പോകാം, അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടിയതിലുള്ള സെലിബ്രേഷൻ ആവാം, പുതിയ വീട് വെച്ചതിൻ്റെ, ഇവിടെ വീട് വയ്ക്കുന്ന എനർജി ഉണ്ട്. പുതിയ വീട്ടിലേക്ക് പാല് കാച്ച് നടത്തി പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന എനർജി ഉണ്ട് പലർക്കും. വീട്, വാഹനം ഒക്കെയും നിങ്ങൾക്കിവിടെ ലഭിക്കുന്ന എനർജിയാണ്. നിങ്ങളുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആവുന്ന എനർജി ഇവിടെ വരാൻ വരുന്നുണ്ട്. അത്രമാത്രം നല്ല ഒരു കണക്ഷൻ നിങ്ങളുമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ.
പോസിറ്റീവായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക്. ഇവിടെ പലർക്കും ഡ്രോപ്സോട് വന്നിരിക്കുന്ന എന്ത് വേണം ഏത് വേണം എന്നറിഞ്ഞുകൂടാതെ കുറച്ച് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ പലരും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. ഓപ്ഷൻ ഉണ്ട് ധാരാളം, ഓപ്പർച്യൂണിറ്റി ധാരാളം ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നറിഞ്ഞുകൂടാ എനർജി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഒരുപാട് നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതുതന്നെയാണ്, റീബർത്തിലേക്ക് വരികയാണ് നിങ്ങൾ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ അനുഭവങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് റീബർത്ത് ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്, സെലിബ്രേഷൻ വന്നിട്ടുണ്ട്, ക്രിയേറ്റിവിറ്റി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ വന്നിട്ടുള്ള നല്ല സൂപ്പർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. പലർക്കും കുഞ്ഞുങ്ങളുണ്ടാവാനും കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷിക്കാനുമുള്ള എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെയും സെലിബ്രേഷനാണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജി, ആഗ്രഹിച്ച പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി. ഇവിടെ കണ്ടില്ലേ, ഗോൾഡ് വാങ്ങിക്കാനുള്ള സാഹചര്യം, വിവാഹത്തിലേക്ക് കടക്കുന്നത്, ആഗ്രഹിച്ച വ്യക്തികൾ വന്നു ചേരുന്ന എനർജി. അതുപോലെ തന്നെ സോഡ് ഇവിടെ എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. രണ്ട് പ്രശ്നങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. പക്ഷേ അതിൽ എന്താണ് മുന്നോട്ട് പോകേണ്ടത്, മുന്നോട്ട് എങ്ങനെ വേണം പോകാൻ എന്ന് അറിഞ്ഞുകൂടാ. അത്രമാത്രം നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ മൈനർ അർക്കാന കാർഡല്ലേ. അപ്പോൾ ഇവിടെ നിന്നും ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് സ്പിരിച്വൽ വേയിലൂടെ വന്ന് നിങ്ങൾ മുന്നോട്ട് നല്ല ഒരു എനർജിയുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് ഇവിടെ. നത്തിങ്നെസ്സാണ്. ഒരുപാട് അനുഭവിച്ച് കഴിയുമ്പോൾ ദുഃഖം എന്താണ് സുഖം എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. കണ്ടില്ലേ, ഒന്നുമില്ല, ബ്ലാങ്കാണ് മനസ്സ്, മൈൻഡിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ, നിശ്ചലാവസ്ഥ. അതിൽ കൂടെ കഴിഞ്ഞു പോകുന്ന ചില വ്യക്തികളുണ്ട്. കാരണം ഒരുപാട് അനുഭവിച്ചു, ഇനി എന്ത് വരാനാണ്, ഇതിലപ്പുറം ഒന്നും വരാനില്ലല്ലോ, അല്ലെങ്കിൽ ഇനി എന്ത് സന്തോഷമാണ് എൻ്റെ ലൈഫിലേക്ക് വരുന്നത് എന്ന് കരുതിയുള്ള ഒരു ജീവിതം. പക്ഷേ അവിടെ നിന്നൊക്കെ നിങ്ങൾക്കൊരു റീബർത്താണ് സംഭവിക്കാൻ പോകുന്നത്, ഒരു പുതിയ ജനനമാണ് വരാൻ പോകുന്നത്. ഇവിടെ 1111 എന്നുള്ള നമ്പർ കാണുന്നവരും ബട്ടർഫ്ലൈസിനെ കാണുന്നവരും ഒക്കെ നിങ്ങൾ വിചാരിക്കണം എന്താണ്, നിങ്ങൾക്കൊരു മാറ്റം വരാൻ തുടങ്ങുന്നു, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ പോകുന്നു. ഇന്നോ നാളെയോ അല്ല മാറ്റം വരുന്നത്, മാറ്റം പതിയെയാണ് വരുന്നത്. അത് വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു എനർജിയാകും. കാരണം നിങ്ങൾ കുറച്ചൊക്കെ സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അത്തരം നമ്പറുകൾ കാണുന്നതും ബട്ടർഫ്ലൈസിനെ കാണുന്നതും. ജീവിതത്തിൽ മാറ്റം വരികയാണ്. ഏഞ്ചൽസ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു മെസ്സേജ് തരികയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. വീണ്ടും എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരുടെയും ഇന്നത്തെ ദിവസം സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.